ടീച്ചർ, ഈ ഹൈന്ദവ വിരുദ്ധ നിലപാടാണ് കർണാടക സർക്കാർ ആവർത്തിക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക് ഇപ്പോൾ നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന നികുതി സമ്പ്രദായം, നികുതി ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യം BJP സർക്കാർ അധികാരത്തിലേറിയപ്പോഴാണ് പിൻവലിച്ചത്. ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ നികുതി, അതിനേക്കാൾ കൂടുതൽ നികുതി ഏർപ്പെടുത്തുന്ന രീതിയിലേക്കാണ് സിദ്ധരാമയ്യ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഇവിടെ അവർ അധികാരത്തിലേറിയത് ഭരണത്തിന്റെ മികവ് പറഞ്ഞുകൊണ്ടോ വികസനം പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. കേവലം ഹിന്ദു വിരുദ്ധത മാത്രം മുതലാക്കിക്കൊണ്ടാണ് അവിടെ ഒരുപക്ഷെ ഞാനുമക്കളിൽ അവർ വിജയിച്ചത്. അപ്പൊ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഹിന്ദു വിരുദ്ധരാണ് എന്നവർക്ക് പ്രകടിപ്പിച്ചേ മതിയാവുള്ളൂ. അപ്പൊ ആ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളിൽ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തുന്നത്. കാരണം ഇത് ക്ഷേത്രങ്ങളിലെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇൻകമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയില്ല. അത് ആ ക്ഷേത്രത്തിലേക്കുള്ള സമർപ്പണമാണ്. അത് ക്ഷേത്ര കാര്യങ്ങളുടെ ചെലവിനും മറ്റിനും വേണ്ടി സാധാരണക്കാരായ ഭക്തർ കൊടുക്കുന്നതാണ്. അതിനൊരു ഇൻകം ടാക്സിന്റെ പരിധിയിലോ അല്ലെങ്കിൽ ഒരു വരുമാനത്തിന്റെ നികുതി എന്ന കണക്കിലോ കണക്കാക്കാൻ കഴിയുന്നത് അതല്ല ക്ഷേത്രങ്ങളുടെ. അപ്പൊ തീർച്ചയായും അവിടുത്തെ ജിഹാദികളെ സുഖിപ്പിക്കാൻ, ജിഹാദികളാണ് അധികാരത്തിൽ കയറ്റിയത്, അതുകൊണ്ട് ജിഹാദികളെ സുഖിപ്പിക്കാനുള്ള ഒരു പരിപാടി എന്നതിൽ കഴിഞ്ഞ് മറ്റൊന്നും അല്ലാതെ. ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഹിജാബ് സമ്പ്രദായം അടക്കം എടുത്തു കളഞ്ഞ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു BJP സർക്കാർ. വീണ്ടും സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലിടുമ്പോൾ ആദ്യം അത്തരത്തിലുള്ള ഒരു നിലപാട് തിരുത്തുകയാണ് ചെയ്തത്. അതായത് ഈ മുസ്ലിം വിഭാഗങ്ങൾ പോലും വേണ്ട എന്ന് വെക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ, അത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലല്ല, ആ ഒരു സമൂഹത്തിൻ്റെ ഒരു കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, ഒരു സമൂഹത്തിൽ എല്ലാവരും തുല്യരാകണം എന്നുള്ള ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP സർക്കാർ കൊണ്ടുവന്നത്. അത് വീണ്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരികെ കൊണ്ടുവരുന്ന സമ്പ്രദായം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹജ്ജ് ഭവനടക്കം ലക്ഷങ്ങളും കോടികളും വാരിക്കോരി കൊടുക്കുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് അത്രത്തോളം പരിരക്ഷ നൽകുന്നു. ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളോട് മാത്രം, ഹൈന്ദവ വിശ്വാസങ്ങളോട് മാത്രം ഒരു ധ്വംസന സമീപനം, ഇത് കൃത്യമായും ഒരു രാഷ്ട്രീയ വിരോധം എന്നതിലുപരി അതോടൊപ്പം തന്നെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണല്ലേ? രാഷ്ട്രീയ വിരോധം എന്നല്ല, മതവിരോധം എന്നാണ് പറയേണ്ടത്. കാരണം ജനങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞു കോൺഗ്രസിനെ. ദീർഘകാലം ഇന്ത്യയുടെ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ വികസിപ്പിക്കാമാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരുന്നും ഒക്കെ തന്നെ ഇന്ത്യയെ അതിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ നയം അനുവർത്തിച്ച് തുടർന്നു പോകുന്നവര് ജനങ്ങൾ പുറന്തള്ളി എന്നുള്ളത് സത്യം. അപ്പൊ ഇനി അവർക്ക് ഈ ശരിക്കും മുങ്ങിച്ചാകാൻ പോകുന്ന വൈക്കോത്തുരുമ്പും ആയുധം എന്ന് പറഞ്ഞ മാതിരി അവർക്കിനി നിലനിൽക്കാൻ കഴിയുക ആകെ ഈ ഒരു ജിഹാദികളുടെ തണലിൽ മാത്രമാണ്. അപ്പൊ ആ ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി അവർ ഏതറ്റവും വരെ പോകും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നമുക്ക് കേരളത്തിലായാലും അറിയാലോ, ഇടതാണെങ്കിലും വലതാണെങ്കിലും അവർ ഈ മുസ്ലിം വോട്ടിന് വേണ്ടി ജിഹാദികളെ സുഖിപ്പിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. അത് കർണാടകയിൽ ഒന്നുകൂടി വ്യക്തമായി കാണിക്കുന്നു. ഇതിലാണ് അവരുടെ ഇനിയുള്ള നിലനിൽപ്പ് എന്നുള്ളത്. അപ്പൊ അത് ശരിയായ ഹൈന്ദവ വിരോധം, അധികാരത്തിൽ നിൽക്കാനുള്ള ഒരുതരം സർക്കസ് കളി, അത്രേ നമുക്ക് ഇതെന്ന് പറയാനുള്ളൂ.